കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൊല്ലം അമൃതപുരിയിലെത്തി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യയ്ക്കൊപ്പം എത്തിയാണ് ഗവർണർ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ആത്മീയതയ്ക്കൊപ്പം മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ ആശയങ്ങളെയും പ്രവർത്തികളെയും ഗവർണർ പ്രകീർത്തിച്ചു. കൊല്ലം അമൃതപുരിയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയും ഭാര്യ അനഘ അർലേക്കറെയും സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി വിശേഷങ്ങൾ പങ്കുവച്ചു. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള തന്റെ വഴികാട്ടിയാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. ആത്മീയതയും മാനുഷിക മൂല്യങ്ങളും നിറഞ്ഞ അമ്മയുടെ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ്. ആ നിസ്വാർത്ഥ സേവനം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെയും വലിയ പുണ്യമാണ് സമ്മാനിക്കുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. Only not the spirituality but the work Ma has done for the humanity itself is you cannot explain in the words. Words are falling short for this. What she has done for this, the people, the common people. In fact, that reflects her vision for the society and for the nation. She loves just human beings. ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അമ്മയെ കാണുന്നതെന്നും അമ്മയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ പരിവർത്തനമാണ് മനസ്സിലുണ്ടായതെന്നും ഗവർണറുടെ ഭാര്യ അനഘ അർലേക്കർ പറഞ്ഞു. God himself cannot come, or Goddess herself cannot come. People like Amma, they come on this earth, guide us, give us direction and give us inspiration to do the work. And I think that's a great thing when you are coming with empty hands and going with all these experience to the society. Definitely you are fulfilled. ആശ്രമത്തിന്റെ ആതിഥ്യം സ്വീകരിച്ച് ഏറെ സമയം അമ്മയോടൊപ്പം ചിലവഴിച്ച ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഭാര്യ അനഘ അർലേക്കറും തിരികെ രാജ്ഭവനിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കൊല്ലം.